രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം. ഏലിയ സ്വർഗ്ഗത്തിലേക്ക്. കർത്താവ് എലീശയെ സ്വർഗ്ഗത്തിലേക്ക് ചുഴലിക്കാറ്റിലൂടെ എടുക്കുവാൻ സമയമായപ്പോൾ ഏലിയായും എലീശായും ഗിൽഗാലിൽ നിന്ന് വരികയായിരുന്നു. ഏലിയ എലീശായോട് പറഞ്ഞു, ദയവായി ഇവിടെ നിൽക്കുക, കർത്താവ് എന്നെ ബേഥേൽ വരെ അയച്ചിരിക്കുന്നു. എന്നാൽ എലീശ പറഞ്ഞു, കർത്താവിനെയും അങ്ങയെയും സാക്ഷിയായി ഞാൻ പറയുന്നു, ഞാൻ അങ്ങയെ വിട്ടുമാറില്ല. അങ്ങനെ അവർ ബേഥേലിലേക്ക് പോയി. ബേഥേലിലുണ്ടായിരുന്ന പ്രവാചകഗണം എലീശായോട് പറഞ്ഞു, കർത്താവ് നിന്റെ യജമാനെ ഇന്ന് നിന്നിൽ നിന്ന് എടുക്കുമെന്ന് നിനക്കറിയാമോ? അവൻ പറഞ്ഞു, ഉവ്വ, എനിക്കറിയാം. നിശബ്ദരായിരിക്കുവിൻ. ഏലിയ എലീശായോട് പറഞ്ഞു, ദയവായി ഇവിടെ നിൽക്കുക, കർത്താവ് എന്നെ ജെറിക്കോയിലേക്ക് അയച്ചിരിക്കുന്നു. അവൻ പ്രതിവചിച്ചു, കർത്താവിനെയും അങ്ങയെയും സാക്ഷിയായി ഞാൻ പറയുന്നു, ഞാൻ അങ്ങയെ വിട്ടുമാറില്ല. അങ്ങനെ അവർ ജെറിക്കോയിലെത്തി. ജെറിക്കോയിലുണ്ടായിരുന്ന പ്രവാചകഗണം എലീശായോട് പറഞ്ഞു, കർത്താവ് നിന്റെ യജമാനെ ഇന്ന് നിന്നിൽ നിന്ന് എടുക്കുമെന്ന് നിനക്കറിയാമോ? അവൻ പറഞ്ഞു, ഓ, എനിക്കറിയാം. നിശബ്ദരായിരിക്കുവിൻ. അനന്തരം എലീശായോട് പറഞ്ഞു, ദയവായി ഇവിടെ നിൽക്കുക, കർത്താവ് എന്നെ ജോർദാനിലേക്ക് അയച്ചിരിക്കുന്നു. അവൻ പറഞ്ഞു, കർത്താവിനെയും അങ്ങയുടെയും സാക്ഷിയായി ഞാൻ പറയുന്നു, ഞാൻ അങ്ങയെ വിട്ടുമാറിയില്ല. എന്നാലും എങ്ങനെ ഇരുവരും യാത്ര തുടർന്നു. അവർ ഇരുവരും ജോർദാന് സമീപമെത്തിയപ്പോൾ പ്രവാചകഗണത്തിൽപ്പെട്ട 50 പേർ അല്പം അകലെ വന്നു നിന്നു. ഏലിയ മേലങ്കി എടുത്ത് ചുരുട്ടി വെള്ളത്തിലടിച്ചു. വെള്ളം ഇരുവശത്തേക്ക് മാറി. ഇരുവരും ഉണങ്ങിയ നിലത്തുകൂടി അക്കരയിൽ കടന്നു. മറുകരയെത്തിയപ്പോൾ ഏലിയ എലീശായോട് പറഞ്ഞു, നിന്നിൽ നിന്ന് എടുക്കപ്പെടുന്നതിന് മുമ്പ് ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? എലീശ പറഞ്ഞു, അങ്ങയുടെ ആത്മാവിൻ്റെ ഇരട്ടിപ്പങ്ക് എനിക്ക് ലഭിക്കട്ടെ. അവൻ പറഞ്ഞു, ദുഷ്കരമായ കാര്യമാണ് നീ ചോദിച്ചത്. എങ്കിൽ ഞാൻ എടുക്കപ്പെടുന്നത് നീ കാണുകയാണെങ്കിൽ നിനക്കത് ലഭിക്കും, കണ്ടില്ലെങ്കിൽ ലഭിക്കുകയില്ല. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതാ ഒരു ആഗ്നേയരഥവും ആഗ്നേയ ശ്വാനങ്ങളും അവരെ വേർപെടുത്തി. ഏലിയ ഒരു ചുഴലിക്കാറ്റിൽ സ്വർഗ്ഗത്തിലേക്ക് ഉയർന്നു. എലീശ അത് കണ്ട് നിലവിളിച്ചു, എൻ്റെ പിതാവേ, ഇസ്രായേലിൻ്റെ രഥങ്ങളും സാരഥികളും. പിന്നെ അവൻ എലീശയെ കണ്ടില്ല. അവൻ വസ്ത്രം കീറി. എലീശ പ്രവർത്തനം തുടങ്ങുന്നു. അവൻ ഏലിയായിൽ നിന്ന് വീണ് കിട്ടിയ മേലങ്കിയുമായി യോർദാൻ്റെ കരയിൽ ചെന്നു നിന്നു. അവനത് വെള്ളത്തിന്മേൽ അടിച്ചുകൊണ്ട് പറഞ്ഞു, ഏലിയായുടെ ദൈവമായ കർത്താവ് എവിടെ? അവൻ വെള്ളത്തിന്മേലടിച്ചപ്പോൾ വെള്ളം ഇരുവശത്തേക്ക് മാറി. അവൻ കടന്നുപോയി. ജെറിക്കോയിലെ പ്രവാചകഗണം എലീശയെ കണ്ടപ്പോൾ ഏലിയായുടെ ആത്മാവ് എലീശയിൽ കുടികൊള്ളുന്നു എന്ന് പറഞ്ഞു. അവൻ അങ്ങനെ താണുവണങ്ങി എതിരേറ്റു. അവർ അവനോട് പറഞ്ഞു, അങ്ങേ ദാസന്മാരുടെ ഇടയിൽ 50 ബാലന്മാരുണ്ട്. അങ്ങയുടെ യജമാനെ അന്വേഷിച്ച് പോകുന്നതിന് അവരെ അനുവദിച്ചാലും കർത്താവിൻ്റെ ആത്മാവ് അവനെ നല്ല മലയിലോ താഴ്വരയിലോ ഉപേക്ഷിച്ചേക്കാം. അവൻ പറഞ്ഞു, ആരെയും അയക്കേണ്ട. അവൻ സമ്മതിക്കുവോളം അവർ നിർബന്ധിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, അയച്ചുകൊള്ളുവിൻ. അവർ 50 പേരെ അയച്ചു. അവർ 3 ദിവസം അന്വേഷിച്ചെങ്കിലും അവനെ കണ്ടെത്തിയില്ല. എലീശ ജെറിക്കോയിൽ കാത്തു നിൽക്കുമ്പോൾ അവർ മടങ്ങി വന്നു. അവൻ അവരോട് പറഞ്ഞു, പോകണ്ട എന്ന് പറഞ്ഞതല്ലേ? പറഞ്ഞു, അങ്ങ് കാണുന്നില്ലേ, ഈ പട്ടണം ജീവിക്കാൻ പറ്റിയതാണ്. എന്നാൽ വെള്ളം മലിനവും നാട് ഫലശൂന്യവുമാണ്. ഒരു പുതിയ പാത്രം കൊണ്ടുവന്ന് അതിൽ ഉപ്പിടുവിൻ എന്ന് അവൻ പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തു. അപ്പോൾ ഉറവയ്ക്കടുത്ത് ചെന്ന് ഉപ്പ് അതിലിട്ട് കൊണ്ട് പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ ഈ വെള്ളം ശുദ്ധീകരിച്ചിരിക്കുന്നു. ഇനി ഇത് മരണത്തിനോ ഫലശൂന്യതയ്ക്കോ കാരണമാകുകയില്ല. എലീശയുടെ പ്രവചനമനുസരിച്ച് വെള്ളം ഇന്നും ശുദ്ധമാണ്.
അവൻ അവിടെ നിന്ന് ബേഥേലിലേക്ക് പോയി. മാർഗമധ്യേ പട്ടണത്തിൽ വന്നു നിന്ന ചില ബാലന്മാർ അവനെ പരിഹസിച്ചു. കഷണ്ടി തലയ, ഓടിക്കോ. അവൻ തിരിഞ്ഞു നോക്കി അവരെ കണ്ടു. കർത്താവിൻ്റെ നാമത്തിൽ അവരെ ശപിച്ചു. കാട്ടിൽ നിന്ന് 2 പെൺകരടികൾ ഇറങ്ങി 42 ബാലന്മാരെ ചിന്തിക്കേറി. അവിടെ നിന്ന് അവൻ കാർമൽ മലയിലേക്ക്, തുടർന്ന് സമറിയയിലേക്കും പോയി. ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ള. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പരമ ദൈവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. യേശുമിശിഹായിക്കും സ്തുതിയായിരിക്കും.